ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, അത് പുന്നപ്രയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉഷ ജോസഫിന് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ടാകുന്നു. KC വേണുഗോപാൽ MP അയച്ച ആംബുലൻസ് ഇപ്പോൾ ഉഷയുടെ വീട്ടിലേക്ക് വരുന്നു. അമൃത ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നുള്ളതാണ്. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ ഈ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത്. 5 വർഷത്തോളം ഈ ശസ്ത്രക്രിയ ഉപകരണവുമായി വേദന തിന്ന് ജീവിക്കേണ്ടി വന്നു ഉഷയ്ക്ക്. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം എക്സ്റേ എടുത്തപ്പോൾ ഈ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായത്. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിനെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്തിയത് എടുക്കാം എന്നാണ് അവർ അറിയിച്ചത് എന്ന് വീട്ടമ്മ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ അടിയന്തര ഇടപെടലുണ്ടാകുന്നത്. KC വേണുഗോപാൽ MP തുടർ ചികിത്സ ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആംബുലൻസ് എത്തുന്നത്. അശ്വിനി, അമൃത ആശുപത്രിയിലേക്ക് മാറ്റാനാണോ? ഉന്മേഷ്, നിലവിൽ KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആംബുലൻസ് എത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അമൃത ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉഷയെ മാറ്റാനുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്. പക്ഷേ കുടുംബം അതിനോട് അനുകൂലിച്ചുള്ള മറുപടിയാണോ നൽകിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ആംബുലൻസ് ഇപ്പോൾ വീടിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് തിരികെ ഈ വീട്ടിലേക്ക് തന്നെ ഇപ്പോൾ എത്തും. നിലവിൽ സലാം MLA അടക്കം വീട്ടിൽ എത്തി ഉഷയുമായി സംസാരിച്ചിട്ടുണ്ട്. തുടർ ചികിത്സ ഏത് ആശുപത്രിയിൽ വേണമെന്ന് പറയുന്നു ആ ആശുപത്രിയിൽ തന്നെ സർക്കാർ ഇടപെട്ട് തുടർ ചികിത്സ നടത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആംബുലൻസ് ഇപ്പോൾ തിരികെ പോകാനുള്ള വഴിയിലേക്ക് എത്തുകയാണ്. ഉഷയുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യം തന്നെ KC വേണുഗോപാൽ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഉഷയെ ഫോണിൽ നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. അതിൽ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നു തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും നടത്തും എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഏത് രീതിയിലുള്ള ചികിത്സാ സഹായവും നടത്തും എന്നുള്ള കാര്യം പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം തന്നെ നിർദ്ദേശ അനുസരിച്ച് ആംബുലൻസ് ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൂടി നിലവിൽ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആംബുലൻസ് വന്നതെന്ന് അറിയുന്നു. എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. MP അക്കാര്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയ ശ്രീ തോബിയാസ് അക്കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. MP നേരത്തെ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരുന്നു സർക്കാർ അത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഗൗരവമായി നമ്മളത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നമ്മൾ വേറൊരു തരത്തിലല്ല ആവർത്തിക്കാതിരിക്കാനാണ് ചെയ്യേണ്ടത്. മെഡിക്കൽ കോളേജിലടക്കം സർക്കാരിന് ആരോഗ്യ മേഖല ഇതുപോലെ താറുമാറാകുമ്പോൾ അത് വലിയ ആശങ്കയാണ് കേരള സമൂഹത്തിനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് MP പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാക്കാനാണ് ഇപ്പോൾ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ വന്നിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോടെ അങ്ങനെയാണ് KC വേണുഗോപാൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കുടുംബവുമായി സംസാരിച്ച് അവരുടെ അനുമതിയോടുകൂടിയാണോ മാറ്റുന്നത്? ആ കുടുംബത്തിന് വേണ്ട മുഴുവൻ ചികിത്സയും KC വേണുഗോപാൽ എന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അതിന്റെ ആംബുലൻസ് തയ്യാറായിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള മുഴുവൻ സഹായങ്ങളും KC വേണുഗോപാൽ MP എന്നതിൽ ചെയ്യും. ആശുപത്രിയിലേക്ക് പോകാൻ അവർ സന്നദ്ധരാണ്. അവർ പോകാൻ തയ്യാറാണ്. ഏത് ഹോസ്പിറ്റൽ? ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ. ഉന്മേഷ്, അതായത് 2 ആശുപത്രികളാണ്. അത് എറണാകുളത്തെ പ്രധാനപ്പെട്ട 2 ആശുപത്രികളാണ് നിലവിൽ ഈ കുടുംബത്തോട് KC വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഒന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ്, മറ്റൊന്ന് അമൃത ആശുപത്രി. ഇതിൽ കുടുംബം ഏത് ആശുപത്രി ചൂസ് ചെയ്യുന്നു അവിടേക്ക് ഉഷയെ ഇപ്പോൾ തന്നെ മാറ്റാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. അതിനോട് ഉഷയും കുടുംബവും അനുകൂല മറുപടിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ ഉഷയെ എത്തിക്കുക, അതിനുശേഷം അടിയന്തരമായി തന്നെ നിലവിൽ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഉള്ളിലുള്ള കത്രിക പുറത്തെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ ഒരുപക്ഷെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞ അത്ര കാലതാമസം അതിന് വേണ്ടിവരില്ല എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് അധികം വൈകാതെ തന്നെ ആ ഉഷയെ എവിടേക്ക് കൊണ്ടുപോകും? ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ മാത്രമാണ് എറണാകുളത്തെ ഈ 2 ആശുപത്രികളിലേക്കുമുള്ള ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാൽ നാളെയോ മറ്റോ ഈ ശസ്ത്രക്രിയ നടത്താനാകുമോ എന്നുള്ള സാധ്യത പരിശോധിച്ച് എത്രയും വേഗം അത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്തായാലും ഇത് ഒരു കത്രിക എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു മെഡിക്കൽ ടേം ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അത് ആർട്ടറി ഫോർസെപ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. കത്രിക എന്ന മെഡിക്കൽ ടേം അതിനില്ല. അത് ആർട്ടറി ഫോർസെപ്സ് എന്നുള്ള ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സ്വാഭാവികമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കത്രിക എന്ന് പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലൊരു മെഡിക്കൽ ടേം ഈ ഉപകരണത്തിനുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് സലാം MLA അടക്കമുണ്ട്. ഇവരുടെ ചികിത്സാ രേഖകളടക്കം അദ്ദേഹം പരിശോധിക്കുന്നു. ഒപ്പം അകത്ത് ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ മറ്റ് മെഡിക്കൽ രേഖകളടക്കം അവർ തയ്യാറാക്കുന്നുമുണ്ട്. എന്തായാലും ഒരു
അടിയന്തരമായി തന്നെ പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ചികിത്സയുടെ രേഖകളുണ്ട് ഇതുവരെ നടത്തിയ 2021 മുതൽ ഉഷ നടത്തിയ രേഖകളുണ്ട്. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ആ രേഖകളടക്കമായിരിക്കും ആശുപത്രിയിലേക്ക് പോവുക. എന്തായാലും അതിൽ ഈ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദമായ രേഖപ്പെടുത്തലുകൾ അതിലുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകും എന്താണ് 2021 എന്തിനാണ് ശസ്ത്രക്രിയ നടത്തിയത്, ഒപ്പം അന്ന് നടത്തിയ ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ രേഖകൾ എത്തിച്ചിരുന്നു. അവിടെയും ഇവർ വണ്ടാനത്ത് നിന്ന് കണ്ടെത്തിയത് ഇതിൽ ഒരു കല്ല് എന്നുള്ളതാണ്. അതായത് ഈ ആർട്ടറി ഫോർസെപ്സ് എന്നുള്ള അതായത് കത്രിക ഇതിലുണ്ട് എന്നുള്ളത് ഇന്നലെയും ഈ രേഖകളിൽ ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ രേഖയിൽ അങ്ങനെ ഒരു പരാമർശമില്ല. ഇനിയിപ്പോൾ ഇതാ KC വേണുഗോപാലിന്റെ ഇടപെടൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഉഷ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവർ ചൂസ് ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ അമൃത ആശുപത്രിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സകളിലേക്ക് പോവുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ തന്നെ ഉഷ യാത്ര തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.